മെഡിസിനൽ കെമിസ്ട്രി 1ൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുമ്പോൾ അതിൽ നിങ്ങൾ കാണുന്ന ആപ്ലിക്കേഷൻ ലെവൽ അല്ലെങ്കിൽ ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ആൻസറാണ് പറഞ്ഞുതരാൻ പോകുന്നത്. മെയ് 2024 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ആർ ദ 2 ടൈപ്സ് ഓഫ് ഹൈഡ്രോജൻ ബോണ്ടിങ് പോസിബിൾ ഇൻ മോളിക്യൂൾസ്, വാട്ട് ഈസ് ദ എഫക്റ്റ് ഓഫ് ദിസ് ഓൺ ബിഹേവിയർ ഓഫ് ദ മോളിക്യൂൾ. അപ്പോൾ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്, ഹൈഡ്രോജൻ ബോണ്ടിങ് 2 ടൈപ്പ് ഉണ്ട്. ഇൻട്രാ മോളിക്കുലർ ഹൈഡ്രോജൻ ബോണ്ടിങ്ങും ഇൻ്റർ മോളിക്കുലർ ഹൈഡ്രോജൻ ബോണ്ടിങ്ങും. ഇവിടെ ഇൻട്രാ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓർമ്മിക്കുക, ഒരു മോളിക്യൂളിൻ്റെ ഉള്ളിൽ തന്നെയാണ്. ഇൻ്റർ എന്ന് പറഞ്ഞാൽ 2 പേർക്ക് ഇടയിൽ എന്നുള്ള രീതിയിൽ ഓർമ്മിച്ച് വെക്കുക. അപ്പോൾ ഇൻട്രാ മോളിക്കുലർ ഹൈഡ്രോജൻ ബോണ്ടിങ് എന്ന് പറഞ്ഞാൽ ഒരു മോളിക്യൂളിൽ തന്നെ ഹൈഡ്രോജൻ ബോണ്ട് ഡോണറും ഹൈഡ്രോജൻ ബോണ്ട് അക്സെപ്റ്ററും പ്രസൻ്റ് ആയിരിക്കും. അതിൻ്റെ ഇടയിൽ ബോണ്ട് ഫോം ചെയ്യും, ഹൈഡ്രോജൻ ബോണ്ട് ഫോം ചെയ്യും. അങ്ങനെയുള്ളതാണ് ഇൻട്രാ മോളിക്കുലർ ഹൈഡ്രോജൻ ബോണ്ടിങ്. അപ്പോൾ അതിന് എക്സാമ്പിൾ ഓർത്തോ നൈട്രോഫീനോളിൽ ഇൻട്രാ മോളിക്കുലർ ഹൈഡ്രോജൻ ബോണ്ടിങ് പോസിബിളാണ്. ഇനി ഇൻ്റർ മോളിക്കുലർ ഹൈഡ്രോജൻ ബോണ്ടിങ് എന്ന് പറഞ്ഞാൽ 2 മോളിക്യൂൾസിനിടയിൽ ഫോം ചെയ്യുന്ന ഹൈഡ്രോജൻ ബോണ്ടിങ് ആണ്. ആ 2 മോളിക്യൂൾസ് സെയിമും ആവാം അല്ലെങ്കിൽ ഡിഫറെൻറ്റും ആവാം. ഓക്കെ, അങ്ങനെ ഫോം ചെയ്യുന്നതാണ് ഇൻ്റർ മോളിക്കുലർ ഹൈഡ്രോജൻ ബോണ്ടിങ്. അത് വാട്ടറിലും ആൽക്കഹോളിലും അതേപോലെ പാരാനൈട്രോഫീനോളിലൊക്കെ പ്രസൻ്റ് ആണ്. പിന്നെ അവർ ചോദിച്ചിട്ടുള്ളത് ഈ ഇൻ്റർ മോളിക്കുലർ ഹൈഡ്രോജൻ ബോണ്ടിങ്ങും അതേപോലെ ഇൻട്രാ മോളിക്കുലർ ഹൈഡ്രോജൻ ബോണ്ടിങ് എങ്ങനെയാണ് ഒരു മോളിക്യൂളിൻ്റെ ബിഹേവിയറിനെ എഫക്റ്റ് ചെയ്യുന്നതാണ്. ഇൻട്രാ മോളിക്കുലർ ഹൈഡ്രോജൻ ബോണ്ടിങ് ഉണ്ടെങ്കിൽ അത് ബോയിലിംഗ് പോയിൻറ്റിനെ ഡിക്രീസ് ചെയ്യും, അതേപോലെ സോലബിലിറ്റിയും ഡിക്രീസ് ചെയ്യും. ഇൻ്റർ മോളിക്കുലർ ഹൈഡ്രോജൻ ബോണ്ടിങ് ഉണ്ടെങ്കിൽ അത് ബോയിലിംഗ് പോയിൻറ്റിനെ ഇൻക്രീസ് ചെയ്യും, സോലബിലിറ്റിയും ഇൻക്രീസ് ചെയ്യും. അത് എളുപ്പം ഓർമ്മിക്കാൻ നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി. ഇൻ്റർ മോളിക്കുലർ ഹൈഡ്രോജൻ ബോണ്ടിങ്ങിനെ കൺസിഡർ ചെയ്യുക. അതിൽ 2 മോളിക്യൂൾസ് തമ്മിൽ ഇങ്ങനെ കണക്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ബോയിൽ ചെയ്യണമെങ്കിൽ ഫസ്റ്റ് ഈ ബോണ്ടൊക്കെ ബ്രേക്ക് ചെയ്യണം, ആ ഒരു ഹൈഡ്രോജൻ ബോണ്ട്, എങ്കിൽ മാത്രമേ നമുക്ക് ബോയിലിംഗ് പോസിബിൾ ആവുള്ളൂ. ഓക്കെ, അപ്പോൾ അവിടെ കുറച്ചധികം എനർജി ആവശ്യമുണ്ട്, അതുകൊണ്ട് ബോയിലിംഗ് പോയിൻറ്റ് കൂടുതലായിരിക്കും. അതേപോലെ ഹൈഡ്രോജൻ ബോണ്ടിങ് സോലുബിലിറ്റിയെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, പെട്ടെന്ന് വാട്ടർ സോലുബിൾ ആവാൻ. സോ ഹൈഡ്രോജൻ ബോണ്ടിങ് കാരണം പെട്ടെന്ന് സോലുബിൾ ആവുകയും ചെയ്യും. എന്നാൽ ഇൻട്രാ മോളിക്കുലർ ഹൈഡ്രോജൻ ബോണ്ടിങ്ങിൻ്റെ കേസിൽ ആ സെയിം മോളിക്യൂൾ തന്നെയാണ് ഹൈഡ്രോജൻ ബോണ്ട് ഫോം ചെയ്യുന്നത്. സോ 2 മോളിക്യൂൾസ് തമ്മിൽ അവിടെ കണക്ഷൻ ഒന്നുമില്ല, അതുകൊണ്ട് ഇതിനെ ചൂടാക്കി പെട്ടെന്ന് ബോയിലാവും. സോ അങ്ങനെ ബോയിലിംഗ് പോയിൻറ്റ് കുറവായിരിക്കും. പെട്ടെന്ന് ബോയിലാന്ന് പറഞ്ഞാൽ എന്താ ബോയിലിംഗ് പോയിൻറ്റ് കുറവ്? വാട്ടറിൻ്റെ ബോയിലിംഗ് പോയിൻറ്റ് 100 ഡിഗ്രി സെൽഷ്യസാണ്. ഓക്കെ, അത് പെട്ടെന്ന് ബോയിലാവുന്ന ആളാണെങ്കിൽ 100ലും ബിലോ ആയിരിക്കും. ആ രീതിയിൽ ഓർമ്മിച്ച് വെക്കുക. പിന്നെ ഇതിൻ്റെ സോലിബിലിറ്റി കുറവായിരിക്കും, കാരണം ആ ഒരു മോളിക്യൂളിൽ വാട്ടറുമായിട്ട് അങ്ങനെ ഹൈഡ്രോജൻ ബോണ്ടിങ് ഒന്നും പെട്ടെന്ന് ഫോം ചെയ്യില്ല. അതുകൊണ്ട് ഇൻട്രാ മോളിക്കുലർ ഹൈഡ്രോജൻ ബോണ്ടിൽ ഇൻവോൾവ് ചെയ്യുന്ന ആളെ സോലിബിലിറ്റി കുറവായിരിക്കും. അങ്ങനെ നിങ്ങൾക്ക് പ്രോപ്പർട്ടിയിലുള്ള ഇൻഫ്ലുവൻസ് ഓർമ്മിക്കാം. ഒരു എക്സാമ്പിളോടെ ആഡ് ചെയ്യുക. ഓർത്തോ നൈട്രോഫീനോളിൻ്റെ സ്ട്രക്ചറാണിത്. ഓർത്തോ നൈട്രോഫീനോൾ എന്ന് പറഞ്ഞാൽ ഫീനോൾ എന്ന് പറഞ്ഞാൽ ബെൻസീൽ OH ഗ്രൂപ്പ് വരുന്നു. അതിൻ്റെ ഓർത്തോ പൊസിഷനിൽ നൈട്രോ ഗ്രൂപ്പ് ഉണ്ട്, NO2 ഗ്രൂപ്പ് ഉണ്ട്. സോ ആ ഒരു നൈട്രോ ഗ്രൂപ്പിൽ ഒരു ഓക്സിജനും OH ഗ്രൂപ്പിലെ ഹൈഡ്രോജനും തമ്മിൽ ഹൈഡ്രോജൻ ബോണ്ട് ഫോം ചെയ്യും. അതാണ് ഓർത്തോ നൈട്രോഫീനോളിലുള്ള ഇൻട്രാ മോളിക്കുലർ ഹൈഡ്രോജൻ ബോണ്ട്. സെയിം മോളിക്യൂളിൻ്റെ ഉള്ളിൽ തന്നെ ഹൈഡ്രോജൻ ബോണ്ട് ഫോം ചെയ്തു. ഇനി ഇൻ്റർ മോളിക്കുലർ ഹൈഡ്രോജൻ ബോണ്ട് എന്ന് പറഞ്ഞാൽ എക്സാമ്പിൾ പാരാനൈട്രോഫീനോളാണ്. ഫീനോൾ ഇതാണ്, അതിൻ്റെ പാരാപോസിൽ NO2 ഗ്രൂപ്പ് ഉണ്ട്. അതേപോലെ അങ്ങനെയുള്ള 2ാമത്തെ മോളിക്യൂളാണ് നിങ്ങളിവിടെ കാണുന്നത്. സോ ഇതിൽ 1ാമത്തെ മോളിക്യൂളിൻ്റെ നൈട്രോ ഗ്രൂപ്പും 2ാമത്തെ മോളിക്യൂളിൻ്റെ OH ഗ്രൂപ്പ് അവിടെ തമ്മിലാണ് ഹൈഡ്രോജൻ ബോണ്ടിങ്ങിനെ ഫോം ചെയ്യുന്നത്. ഇവിടെ ഇൻട്രാ മോളിക്കുലർ ഹൈഡ്രോജൻ ബോണ്ടിങ് പോസിബിൾ അല്ല, കാരണം ഇവിടെയുള്ള OH ഗ്രൂപ്പും നൈട്രോ ഗ്രൂപ്പും പാരാ പൊസിഷനിലായിട്ട് കിടക്കുന്നത്. ഓക്കെ, അത് ഫാർ എവേ ആണുള്ളത്, അടുത്തടുത്തല്ല. സോ ഇവിടെ അങ്ങനെ പോസിബിൾ അല്ല, 2 മോളിക്യൂളിൻ്റെ ഇടയിലേ പോസിബിൾ ആയിട്ടുള്ളൂ. ആ രീതിയിൽ ഇത് നിങ്ങൾ ഓർമ്മിച്ച് വെക്കുക. മാർച്ച് 2025 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, ഗിവ് എ നോട്ട് ഓൺ ഇമിഡസോളിൻ കണ്ടെയ്നിങ് അഡ്രിനർജിക് അഗോണിസ്റ്റ്. ഇത് കുറച്ച് ആപ്ലിക്കേഷൻ ലെവലാണ്, കാരണം സിലബസിൽ അങ്ങനെ പ്രത്യേകിച്ച് മെൻഷൻ ചെയ്തിട്ടൊന്നുമില്ല. ഇവിടെ നിങ്ങൾക്ക് സ്ട്രക്ചർ നന്നായിട്ട് അറിയണമെങ്കിൽ ഇമിഡസോളിൻ റിംഗ് ഉള്ള കോമ്പൗണ്ടിനെ വെച്ച് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അപ്പോൾ ഇമിഡസോൾ റിംഗ് ഇതാണ്, ഓർഗാനിക് കെമിസ്ട്രിയിൽ പഠിക്കുന്നതല്ലേ. 1,3 പൊസിഷനിലെ നൈട്രോജൻ വരുന്ന 5 മെമ്പേർഡ് ഹെട്രോസൈക്ലിക് റിംഗ് ആണ്. ഇമിഡസോളിൻ എന്ന് പറയുമ്പോൾ അതിലുള്ള ഒരു ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ടായിട്ട് മാറിയിട്ടുണ്ടാവും. ഇതാണ് ഇമിഡസോളിൻ. അപ്പോൾ ഈ ഒരു ഇമിഡസോളിൻ പ്രസൻ്റ് ആയിട്ടുള്ള 2 കോമ്പൗണ്ട്സ്, എളുപ്പം പഠിക്കാൻ പറ്റുന്ന 2 കോമ്പൗണ്ട്സ് ഉണ്ട്, ക്ലോണിഡിനും നാഫസോലിനും. അതുകൂടാതെ ഓക്സിമെത്തസോലിൻ, സൈലോമെത്തസോലിനും ഒക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ 2ൻ്റെ സ്ട്രക്ചറും അതിൻ്റെ യൂസും അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ട്, ആ കാര്യങ്ങൾ എഴുതി വെച്ചാൽ മതി. ജൂലൈ 2019 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, റൈറ്റ് എനി 2 സ്ട്രക്ചേഴ്സ് ഓഫ് അറൈൽ പ്രൊപ്പിയോണിക് ആസിഡ് ഡെറിവേറ്റീവ് ഓഫ് ആൻറ്റി ഇൻഫ്ലമേറ്ററി ആൻഡ് അനാൽജസിക് ഏജൻസ്. ഓക്കെ, ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ഫസ്റ്റ് നന്നായിട്ട് വായിക്കുക. അപ്പോൾ അവർ ചോദിച്ചിരിക്കുന്നത് NSAID എന്നുള്ള ചാപ്റ്ററിൽ നിന്നാണ്, മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നമുക്ക് അതിലുള്ള ആൾക്കാരെ കുറിച്ച് മാത്രം ആലോചിച്ച് നോക്കിയാൽ മതി. ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്? 2 ഡ്രഗിൻ്റെ സ്ട്രക്ചർ എഴുതണം, അറൈൽ പ്രൊപ്പിയോണിക് ആസിഡ് ഡെറിവേറ്റീവ് ആയിരിക്കണം. അറൈൽ പ്രൊപ്പിയോണിക് ആസിഡ് ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ ഒരു അറൈൽ റിംഗ് ഉണ്ടാവണം, അരോമാറ്റിക് ആയിട്ടുള്ള ഒരു റിംഗ് അതിൽ വേണം.
ഓക്കെ, അത് ബെൻസീനോ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള റിങ് വേണം. അതേപോലെ തന്നെ പ്രൊപ്പിയോണിക് ആസിഡ് എന്ന് പറഞ്ഞാൽ പ്രൊപ്പനോയിക് ആസിഡിൻ്റെ കോമൺ നെയിമാണ്. അതായത് CH3 CH2 COOH, ഇതാണ് പ്രൊപ്പനോയിക് ആസിഡ്. അപ്പോൾ ഒരു അരോമാറ്റിക് റിങ്ങും അതേപോലെ തന്നെ പ്രൊപ്പനോയിക് ആസിഡും അല്ലെങ്കിൽ പ്രൊപ്പിയോണിക് ആസിഡും സ്ട്രക്ചറിൽ വരുന്ന 2 കോമ്പൗണ്ട് എഴുതാനാണ് പറഞ്ഞത്. നമ്മുടെ സിലബസിൽ അവരങ്ങനെ ക്ലാസിഫൈ ചെയ്തിട്ടൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ നിങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നു നമ്മൾ കെമിക്കൽ ക്ലാസിഫിക്കേഷൻ എന്തായാലും പഠിക്കണം. കാരണം ഇവർ ഇതേപോലെ ചോദിക്കുമ്പോൾ ഏത് ചാപ്റ്ററെന്നും അവർ ചോദിക്കും. അപ്പോൾ നമുക്ക് ആൻസർ ചെയ്യണമെങ്കിൽ കെമിസ്ട്രി ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ തന്നെ പഠിക്കണം. അങ്ങനെയാണ് നിങ്ങൾ പഠിപ്പിച്ചത്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, അഡ്രിനർജിക് ആഗോണിസ്റ്റിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ ഫോളോ ചെയ്യുന്ന കോമ്പൗണ്ട്സ് ഏതാ? അവിടെ നാപ്രോക്സനും ഐബുപ്രോഫനും ഉണ്ട്. നാപ്രോക്സൻ എന്ന് പറഞ്ഞാൽ നാഫ്തലീൻ റിങ്, ഇത് അറൈൽ റിങ് ആണ്. അതിൽ പ്രൊപ്പിയോണിക് ആസിഡിൻ്റെ മൊയ്റ്റിയും ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് എഴുതാൻ പറ്റും. അതേപോലെ ഐബുപ്രോഫൻ നോക്കുകയാണെങ്കിലോ അതിൽ ബെൻസീൻ റിങ് ഉണ്ട്, അതും അറൈൽ റിങ് ആണ്. അതിലും പ്രൊപ്പിയോണിക് ആസിഡ് അല്ലെ പ്രൊപ്പനോയിക് ആസിഡിൻ്റെ മൊയ്റ്റി അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടുമാണ് ആൻസർ ആയിട്ട് നിങ്ങൾ എഴുതേണ്ടത്. പിന്നെ ഇത് ഓർമ്മിക്കാൻ ഒരു ട്രിക്ക് പറഞ്ഞുതരാം. നാപ്രോക്സ് എന്ന് പറയുമ്പോഴും ഐബുപ്രോഫൻ എന്ന് പറയുമ്പോഴും പ്രോ എന്നുള്ള പേര് അതിലുണ്ട്. പ്രൊപ്പനോയിക് ആസിഡ് അല്ലെ പ്രൊപ്പിയോണിക് ആസിഡിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്ന് ഓർമ്മിച്ചാൽ നിങ്ങൾക്ക് ഇനി ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ മറന്നു പോകില്ല. ജൂൺ 2022 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, സജസ്റ്റ് എനി 2 ഐസോസ്റ്റെറിക് റീപ്ലേസ്മെൻറ്റ് ഫോർ മെഥിലീൻ ഗ്രൂപ്പ്. അതായത് മെഥിലീൻ എന്ന് പറയുന്നത് CH2. ഓക്കെ, ഇതിൻ്റെ ഏതെങ്കിലും 2 ഐസോസ്റ്റെറിക് റീപ്ലേസ്മെൻറ്റാണ് ചോദിച്ചത്. നമ്മൾ ഐസോസ്റ്റെറിസം പഠിക്കുമ്പോൾ, ബയോ ഐസോസ്റ്റെറിസം പഠിക്കുമ്പോൾ അവിടെ എക്സാമ്പിൾസ് പറയുന്നുണ്ട്. അപ്പോൾ ഓരോന്നും എക്സാമ്പിളായിട്ട് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ NH2 ഗ്രൂപ്പ് പറയുന്നുണ്ട്, ആ സെയിമിൽ തന്നെ വരുന്നതാണ് OH. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ എക്സാമ്പിൾ പഠിക്കുമ്പോൾ ഒരു കാര്യങ്ങൾ നോട്ട് ചെയ്യുക, ഈ ഒരു NH2-ന് നമുക്ക് ഐസോസ്റ്റെറിക് ആയിട്ട് OH ഗ്രൂപ്പിനെ യൂസ് ചെയ്യാം. ആ രീതിയിൽ ഒരേ കാറ്റഗറിയിൽ എക്സാമ്പിൾ വരുന്ന ആളൊക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും റീപ്ലേസ് ചെയ്യാൻ പറ്റും. അത് നിങ്ങളുടെ മൈൻഡിൽ വേണം. സോ ഇവിടെ ചോദിച്ചിരിക്കുന്നത് മെഥിലീൻ ഗ്രൂപ്പിൻ്റെതാണ്, CH2-ൻ്റെ ആണ്. CH2-ന് ഐസോസ്റ്റെറിക് റീപ്ലേസ്മെൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന 2 പേര് ചോദിച്ച്. ഇവിടെ ഞാൻ 3 എണ്ണത്തിൻ്റെ എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഒന്നാമത്തത് ഓക്സിജൻ ആണ്. ഓക്സിജൻ ആറ്റം ഒരു ഈതർ ലിങ്കേജ് കൊടുക്കുക. ഇതൊരു ക്ലാസിക്കൽ ഐസോസ്റ്റെറിക് റീപ്ലേസ്മെൻ്റ് ആണ്. ഓക്സിജൻ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് സൾഫറിനെയും ആ സിമിലർ രീതിയിൽ കൊടുക്കാം. സോ സൾഫർ ആറ്റാണ് രണ്ടാമത്തെ ഐസോസ്റ്റെറിക് റീപ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത്. ഇനി മൂന്നാമതായിട്ട് നിങ്ങൾക്ക് ഇമ്യൂണോ ഗ്രൂപ്പിനെയും കൊടുക്കാം. ഓക്കെ, NH-നെയും കൊടുക്കാം. അപ്പോൾ ഇതാണ് ഇതിന് ആൻസറായിട്ട് വരുന്നത്. ഇത് നിങ്ങൾക്ക് അങ്ങനെ ഡിഫിക്കൽട്ടായിട്ട് ഫീൽ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം നമ്മൾ ഐസോസ്റ്റെറിക് റീപ്ലേസ്മെൻറ്റിൽ ഒരു ഗ്രൂപ്പിനെ മറ്റൊരു ഗ്രൂപ്പ് വെച്ച് എങ്ങനെ റീപ്ലേസ് ചെയ്യാമെന്ന് പഠിക്കുന്നതാണ്. ഒരുപാട് എക്സാമ്പിൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു കോമൺ ഐഡിയ കിട്ടും. ഇപ്പോൾ നിങ്ങളോട് ഫ്ലൂറിനെ റീപ്ലേസ് ചെയ്യുന്ന ആളെ ചോദിച്ചാൽ നിങ്ങൾക്ക് അവിടെ ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ അങ്ങനെയൊക്കെ എഴുതാൻ പറ്റും. അത് നിങ്ങൾ അതിൻ്റെ എക്സാമ്പിൾസ് പഠിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന കാര്യം. അതുകൊണ്ട് അത് നന്നായിട്ട് പഠിക്കുക. ഒരുപക്ഷെ അടുത്ത പ്രാവശ്യം അവർ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പിൻ്റെതാവും ചോദിക്കുന്നത്. സോ ഏത് ചോദിച്ചാലും ആൻസർ എഴുതാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ പ്രിപ്പയർഡ് ആയിരിക്കണം. ഏപ്രിൽ 2021 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, ഇലാബറേറ്റ് ദ സിന്തസിസ് ഓഫ് എ ഡ്രഗ് ദാറ്റ് ഫാൾസ് അണ്ടർ ഹൈഡൻഡോയിൻ ക്ലാസ് വിച്ച് ഈസ് യൂസ്ഡ് ആസ് ആൻറ്റി കൺവൾസാൻറ്റ്. ഈ ക്വസ്റ്റ്യൻ വന്നാൽ പലരും അവിടെ ട്രാപ്പിലാവും. ഇവിടെ അവർ ആൻറ്റി കൺവൾസാൻറ്റ് എന്നുള്ള ചാപ്റ്ററാണ് മെൻഷൻ ചെയ്തുകൊണ്ട് കുറച്ചുകൂടെ നമുക്ക് ചിന്തിക്കാൻ ഒരു സ്കോപ്പ് ഉണ്ട്. അവിടെ ആ ഒരു ചാപ്റ്ററിൻ്റെ പേര് പറഞ്ഞില്ലായിരുന്നെങ്കിൽ നല്ല രീതിയിൽ പെടുമായിരുന്നു. അവർക്ക് ജസ്റ്റ് ഐഡൻറ്റോയിൻ ക്ലാസ് എന്ന് പറഞ്ഞു വിടാം. പക്ഷെ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ അല്ല. ആ രീതി ചോദിച്ചാലും നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. അപ്പോൾ ഇതിന് ആൻസർ ചെയ്യണമെങ്കിൽ കെമിസ്ട്രി പാർട്ട് നന്നായിട്ട് അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് കെമിസ്ട്രി ബേസ്ഡ് ക്ലാസിഫിക്കേഷൻ തന്നെ പഠിക്കണം എന്ന് പറയുന്നത്. ഓക്കെ, സിലബസിൽ അങ്ങനെയൊന്നും പറയുന്നില്ല. അപ്പോൾ ഹൈഡൻറ്റോയിൻ ക്ലാസ്സിൽ വരുന്ന ആളാണ് ഫെനിറ്റോയിൻ എന്ന് പറയുന്നത്. ഫെനിറ്റോയിനിൽ ഹൈഡൻറ്റോയിൻ റിങ് ഉണ്ട്. സോ അതിൽ നിങ്ങൾ ഇത് എക്സാമ്പിളായിട്ട് എഴുതണം. ഫെനിറ്റോയിൻ്റെ സിന്തസിസ് ആണ് ഇവിടെ ചോദിച്ചത്. ഫെനിറ്റോയിൻ്റെ സിന്തസിസ് നിങ്ങൾ എഴുതാം. ജൂൺ 2022 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, റിലേറ്റ് എനി 4 സൈക്ലോ ഓക്സിജനേസ് ഇൻഹിബിറ്റേഴ്സ്. ഇവിടെ അവർ ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിച്ചതാണ്. മെക്കാനിസം ഓഫ് ആക്ഷൻ എന്ന് എടുത്തു വെച്ചതാണ്. ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ മെക്കാനിസം ഓഫ് ആക്ഷൻ എല്ലാ ഡ്രഗ്സിൻ്റെ അറിയാത്തവരെ സംബന്ധിച്ചത് ബുദ്ധിമുട്ടായിരിക്കും. സൈക്ലോ ഓക്സിജനേസ് എൻസൈമിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്? നോൺ സ്റ്റിറോയിഡൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഏജൻസ് അല്ലേ? അപ്പോൾ അതിൽ നിന്ന് ഏതെങ്കിലും 4 കോമ്പൗണ്ട്സിൻ്റെ സ്ട്രക്ചർ നിങ്ങളോട് വരച്ചാൽ മതി. ഏതെങ്കിലും 4. അവരത്രയും ഫ്ലെക്സിബിലിറ്റി തന്നിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ മെക്കാനിസം നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ, സ്ട്രക്ചർ അറിയാമെങ്കിൽ പോലും നിങ്ങൾക്ക് ആൻസർ ചെയ്താൻ പറ്റില്ല. ഡിസംബർ 2019 ചോദിച്ച മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, റൈറ്റ് ദ സ്ട്രക്ചർ ഓഫ് എ ഡ്രഗ് യൂസ്ഡ് ഫോർ ട്രൈജെമിനൽ ന്യൂറാൾജിയ. ട്രൈജെമിനൽ ന്യൂറാൾജിയ എന്നുള്ള കണ്ടീഷനിൽ ഉപയോഗിക്കുന്ന ഡ്രഗ്. അപ്പോൾ ഇങ്ങനെ ചോദിച്ചാൽ യൂസേഴ്സ് അത്ര സ്പെസിഫിക് ആയിട്ട് അധികവരും പഠിക്കാറില്ല. കാരണം അത്രയും പഠിച്ച് നമുക്ക് ഓർമ്മ നിൽക്കില്ല. അപ്പോൾ അവർ പെടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ആ പേരിൽ നിന്ന് ഇതെങ്ങനെയെങ്കിലും കണക്ട് ചെയ്യാൻ പറ്റുമോ നോക്കുക. ട്രൈജെമിനൽ ന്യൂറാൾജിയ, ന്യൂറോൺ എന്നൊക്കെ കാണുമ്പോൾ ഡെഫിനറ്റ്ലി
അത് CNS റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും ഒന്ന് കണക്ട് ചെയ്യുക. അപ്പോൾ അതെന്തായാലും CNSൽ ആക്ട് ചെയ്യുന്ന ഡ്രഗ്സിൻ്റെ ആ ഒരു ഏരിയയിലേക്ക് നിങ്ങളെ ചിന്ത പോകണം. അവിടെ എവിടെയെങ്കിലും നിങ്ങൾ വായിച്ചതായിട്ട് ഓർമ്മയുണ്ടോ നോക്കണം. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് കാർബമാസെപ്പിനാണ്. കാർബമാസെപ്പിനാണ് ട്രൈജെമിനൽ ന്യൂറാൾജിയക്ക് യൂസ് ചെയ്യുന്നത്. നമ്മുടെ സിലബസിൽ മെൻഷൻ ചെയ്ത ഡ്രഗിൽ കാർബമാസെപ്പിനാണ് അതിന് ആൻസറായിട്ട് വരുന്നത്.